എൻ്റെ കയ്യിൽ നേരത്തെ നിറയെ ഗപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫംഗസ് വെച്ച് മരിച്ചു പോവുകയായിരുന്നു ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മെഥലിൻ ബ്ലൂ ലിക്വിഡ് ഏകദേശം ഉണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഈ മീനുകൾക്കെല്ലാം ഒറ്റിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന മീനുകളും ഇതും അവിടെ വേറൊരു ടാങ്കിലും കൂടി കിടപ്പുണ്ട്. അപ്പോൾ ഇതികൾക്കെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ ഈ സാധനമാണ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പേര് മെഥലിൻ ബ്ലൂ. ഇത് 40 രൂപയ്ക്കൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ. ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡ് ഒരിക്കലും കൊടുക്കരുത്. ബ്ലൂ ഇത് പെട്ടെന്ന് ഫംഗസ് വരുത്തിക്കും. പിന്നെ ഓവർ ഫീഡായിട്ട് മരിച്ചു പോവുകയും ചെയ്യും. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വള്ളത്തിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്നാലും നമ്മുടെ ഒരു ഫംഗസ് കൊണ്ട് ചത്തുപോകുന്ന മീനുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ മസ്റ്റായിട്ട് കാരണം. ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ 2 മാസം മേലെ ആയി. അപ്പോൾ ഇതിൻ്റെ പച്ച ഇതിനെക്കാട്ടിയും കുറച്ച് ഇതുണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും കോഴിക്കാർപ്പുകൾക്കൊക്കെ. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് മീൻ വളർത്തുന്നവരെല്ലാം നോക്കി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. എൻ്റെ കയ്യിൽ നേരത്തെ നിറയെ ഗപ്പീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫംഗസ് വെച്ച് മരിച്ചു പോവുകയായിരുന്നു ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മെഥലിൻ ബ്ലൂ ലിക്വിഡ് ഏകദേശം ഉണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഈ മീനുകൾക്കെല്ലാം ഒറ്റിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന മീനുകളും ഇതും അവിടെ വേറൊരു ടാങ്കിലും കൂടി കിടപ്പുണ്ട്. അപ്പോൾ ഇതികൾക്കെല്ലാം അസുഖം വന്നു കഴിഞ്ഞാൽ ഈ സാധനമാണ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പേര് മെഥലിൻ ബ്ലൂ. ഇത് 40 രൂപയ്ക്കൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ. ഫീഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീഡ് ഒരിക്കലും കൊടുക്കരുത്. ബ്ലൂ ഇത് പെട്ടെന്ന് ഫംഗസ് വരുത്തിക്കും. പിന്നെ ഓവർ ഫീഡായിട്ട് മരിച്ചു പോവുകയും ചെയ്യും. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വള്ളത്തിൽ കുറേ എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്നാലും നമ്മുടെ ഒരു ഫംഗസ് കൊണ്ട് ചത്തുപോകുന്ന മീനുകളുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിക്കാൻ മസ്റ്റായിട്ട് കാരണം. ഇത് വാങ്ങിച്ചിട്ടിപ്പോൾ 2 മാസം മേലെ ആയി. അപ്പോൾ ഇതിൻ്റെ പച്ച ഇതിനെക്കാട്ടിയും കുറച്ച് ഇതുണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും കോഴിക്കാർപ്പുകൾക്കൊക്കെ. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് മീൻ വളർത്തുന്നവരെല്ലാം നോക്കി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.